ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് ചെയ്യാണ്? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഒരു സിമ്പിൾ പെരുന്നാൾ വ്ലോഗാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഒരുപാട് നേരം ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു പോകുന്ന വ്ലോഗ്. ആദ്യം തന്നെ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം വളരെ കുറച്ച് വ്യൂവേഴ്സാണ് എൻ്റെ ലോങ് വീഡിയോസിനുള്ളത്. കാണുന്ന നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വീണ്ടും വ്ലോഗ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതുപോലെ മോട്ടിവേഷനൊക്കെ ആവും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വീണ്ടും നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറേ നാൾക്ക് മുന്നേ ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു ബിരിയാണി റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പരീക്ഷണാർത്ഥം അത് ഞാൻ ഉണ്ടാക്കുകയും അതിനുശേഷം എല്ലാ പെരുന്നാളിലും ബിരിയാണി വെക്കൽ എൻ്റെ ഡ്യൂട്ടിയായിട്ട് മാറുകയും ചെയ്തു. സാധാരണ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് സമയം കൂടുതൽ ഇതിനുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കൽ അത് ചെയ്യുന്നതാണ്. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കലും ബിരിയാണി ഉണ്ടാക്കലും ഒക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള മടുപ്പും തോന്നാറില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് മ്യൂസിക്കും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഈ പാചകത്തിൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ആസ്വദിച്ച് വേറൊരാൾ കഴിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുമ്പോഴാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനുണ്ടാക്കിയ കാര്യം നല്ലതാണോ മോശമാണോ, എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ് ഓഫ് ദി ടൈമും അവർ കഴിച്ചു കഴിഞ്ഞ് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഈവനിങ്. ഞാൻ കഴുകി വെച്ച തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കറ്റാർവാഴയ്ക്കൊക്കെ വെള്ളം ഒഴിക്കണം. രാത്രിയായപ്പോൾ ഒരു കട്ടനും കൂടെ കുടിച്ചു, കുറച്ച് ബിസ്ക്കറ്റും കൂടെയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു സിമ്പിൾ ഡേ. നിങ്ങളുടെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളും പറയൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.